കൊല്ലം കിളിയലൂർ പോലീസ് സ്റ്റേഷനിൽ സൈനികനായിട്ടുള്ള വിഷ്ണുവും അതുപോലെ തന്നെ സഹോദരൻ വിഘ്നേഷും മർദ്ദനമേൽക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. ഇതൊക്കെ വലിയ രീതിയിൽ വൈറലായ ദൃശ്യങ്ങളാണ്. പക്ഷേ ആ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ എന്ത് നടപടി ഉണ്ടായി? ക്രൈംബ്രാഞ്ച് അന്വേഷണം നമ്മളിതും പത്രമാധ്യമങ്ങളിൽ വാർത്തയായ സമയത്ത് ഇവരെ സസ്പെൻഡ് ചെയ്ത സമയത്ത് തന്നെ പ്രഖ്യാപിച്ചതായിരുന്നു. അത് പൂർത്തീകരിച്ചത് 23/3/2023 മാർച്ച് അന്നായിരുന്നു അത് പൂർത്തീകരിച്ചത്. കഴിഞ്ഞ 1.5 വർഷക്കാലമായിട്ട് അത് DGPയുടെ കാര്യാലയത്തിൽ തുടർ നടപടിക്ക് വേണ്ടി കൊടുത്ത റിപ്പോർട്ട് പൂഴ്ത്തി വെച്ചിരിക്കുകയായിരുന്നു. 2022 ഓഗസ്റ്റ് 25 അന്നാണ് സൈനികനായ വിഷ്ണുവിൻ്റെയും സഹോദരൻ വിഘ്നേഷിൻ്റെയും ജീവിതം തകർന്നത്. പോലീസുകാരുമായുള്ള ചെറുവാക്കുതർക്കത്തിൻ്റെ പേരിൽ ഇരുവരെയും പോലീസ് സ്റ്റേഷനിൽ വെച്ച് ക്രൂരമായി മർദ്ദിച്ചു. മാരകമായി പരിക്കേറ്റ ഇരുവരെയും കള്ളക്കേസിൽ കുടുക്കി 1.5 മാസത്തോളം ജയിലിലടച്ചു. പക്ഷേ മർദ്ദന ദൃശ്യങ്ങൾ പോലീസ് തന്നെ പുറത്തുവിട്ടതോടെ എല്ലാം തകിടം മറിഞ്ഞു. പോലീസുകാർക്കെതിരെ 2 അന്വേഷണം. ഒന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റേത്. ആ അന്വേഷണ റിപ്പോർട്ടാണ് വിചിത്രം. അത് വളരെ കൗതുകം ഉണ്ടാക്കുന്ന റിപ്പോർട്ടായിരുന്നു. ഈ പോലീസ് സ്റ്റേഷനകത്ത് മർദ്ദനം നടന്നു, പക്ഷേ മർദ്ദിച്ചത് ആരാണെന്ന് കണ്ടെത്താൻ ഞങ്ങളുടെ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നായിരുന്നു മെറിൻ ജോസഫ് കൊടുത്ത റിപ്പോർട്ട്. അതായത് പോലീസുകാർക്കെതിരെ കേസ് പോലും എടുക്കാൻ നാളിതുവരെ സാധിച്ചിട്ടില്ല എന്ന് ചുരുക്കം. കള്ളക്കേസിൽ അകപ്പെട്ടതോടെ CPO ലിസ്റ്റിലുണ്ടായിരുന്ന വിഘ്നേഷിന്റെ പോലീസ് മോഹം അവസാനിച്ചു. മറ്റ് ഏതെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിക്കാമെന്ന് കരുതിയാൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിനാൽ അതും സാധിക്കുന്നില്ല. സ്വന്തം ധാർഷ്ട്യത്തിന്റെ പേരിൽ ജനങ്ങളെ കള്ളക്കേസിൽ കൊടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഒന്നോർക്കുക, നിങ്ങൾ തകർക്കുന്നത് അവരെ മാത്രമല്ല അവരുടെ കുടുംബങ്ങളെയും സ്വപ്നങ്ങളെയും കൂടിയാണ്. പോലീസ് അന്വേഷിച്ചാൽ സത്യസന്ധമായി ഒരു കാലത്തും അത് മുന്നോട്ട് പോകത്തില്ല. അങ്ങനെ എഴുതാൻ നട്ടലുള്ള ഒരു IPS കാരനും എൻ്റെ അനുഭവത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ക്യാമറമാൻ ഷനാസ് ഫരീദിനൊപ്പം കടൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.